രാഹുലെ, എറണാകുളം ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ഈ ഇലക്ഷൻ. അതിൽ തന്നെ തൃപ്പൂണിത്തുറ കെ ബാബുവിൻ്റെ കയ്യിലിരുന്നിരുന്ന് എം സ്വരാജിൻ്റെ കയ്യിലേക്ക് ഒരിക്കൽ പോയ, പിന്നീട് എം സ്വരാജിൻ്റെ കയ്യിൽ നിന്നും കെ ബാബു തിരിച്ചു പിടിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറ ഇത്തവണ ശക്തമായൊരു ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത്. കാരണം യു ഡി എഫിന് വേണ്ടി ദീപക് ജോയിയും എൽ ഡി എഫിന് വേണ്ടി കെ എൻ ഉണ്ണികൃഷ്ണനും, അതുപോലെ തന്നെ എൻ ഡി എ 2020 സഖ്യത്തിൽ, എൻ ഡി എ ബി ജെ പി സഖ്യത്തിൽ നിന്ന് മാറി എൻ ഡി എ 2020 സഖ്യത്തിൽ ഇത്തവണ അഞ്ജലി നായരും മത്സരിക്കുമ്പോൾ എന്താവും തൃപ്പൂണിത്തുറയുടെ ഭാവി? എനിക്ക് തോന്നുന്നില്ല അവിടെ ത്രികോണ മത്സരമാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവിടെ തോന്നുന്നില്ല ത്രികോണ മത്സരമാണ് എന്ന്. അത് സ്വാഭാവികമായിട്ടും അവിടെ എൽ ഡി എഫ് യു ഡി എഫ് ഒരു ഫൈറ്റ് ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇപ്പോൾ കെ ബാബു ഒരുപാട് വർഷമായിട്ട് കൊണ്ടു നടന്ന മണ്ഡലമാണ്. 2016 എം സ്വരാജ് ആ മണ്ഡലത്തിലേക്ക് കടന്നു വരികയും പിന്നീട് ആ മണ്ഡലത്തിൽ വിജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായതും. പക്ഷെ കോൺഗ്രസ്സുകാരെല്ലാം അവകാശപ്പെടുന്നത് അതൊരു യു ഡി എഫ് മണ്ണാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും അതത്ര യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് അല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് എടുത്ത് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യം മത്സരിക്കുന്നത് ദീപക് ജോയും കെ എൻ ഉണ്ണികൃഷ്ണനും അഞ്ജലി നായരുമാണ്. അവിടെ ദീപക് ജോയും കെ എൻ ഉണ്ണികൃഷ്ണനുമാണ് അവിടെ മത്സരം നടക്കുന്നത്. അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ നേരത്തെയും മത്സരം നടന്നതാണ്. അന്ന് വൈപ്പിനിലാണ് മത്സരം നടന്നതെന്നേ ഉള്ളൂ. പക്ഷെ അന്ന് കെ എൻ ഉണ്ണികൃഷ്ണനായിരുന്നു വിജയിച്ചത് നമ്മൾ കണ്ടത്. അപ്പം സ്വാഭാവികമായിട്ടും അതേ രണ്ടുപേർ തന്നെ തിരിച്ച് തൃപ്പൂണിത്തറയിലേക്ക് വരുമ്പോൾ അത് വലിയൊരു മത്സരമാണ്. കേരളം മുഴുവൻ നോക്കി നിൽക്കുന്ന ഒരു മത്സരമായിട്ട് മാറുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ ഒരു കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് മണ്ഡലമാണ് എന്ന് പറയുമ്പോഴും 2011 കെ ബാബു മത്സരിക്കുമ്പോൾ 69,086 വോട്ടുകൾ വാങ്ങിച്ചാണ് കെ ബാബു അന്ന് വിജയിക്കുന്നത്. 2011 കാര്യമാണ് പറയുന്നത്. അന്ന് 15,778 വോട്ടുകൾക്ക് കോൺഗ്രസ് കൊണ്ടു നടന്ന മണ്ഡലം അവിടേക്ക് എം സ്വരാജ് കടന്നു വരുന്നു. 2016 എം സ്വരാജ് പിടിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് 62,697 വോട്ടുകളാണ്. കെ ബാബു പിടിക്കുന്നത് 58,230 വോട്ടുകളാണ്. അവിടെ ബി ജെ പിക്ക് 29,843 വോട്ടുകളുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ എം സ്വരാജ് വിജയിച്ചത് 4,467 വോട്ടുകൾക്കാണ്. അതായത് കോൺഗ്രസ് മണ്ഡലമാണ് എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്ന മണ്ഡലത്തിൽ 4,467 വോട്ടുകൾക്കാണ് എം സ്വരാജ് വിജയിച്ചു വരുന്നത്. കുറവല്ല. അല്ല, തിരിച്ച് നമ്മൾ 2021 വരികയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കെ ബാബു തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ കെ ബാബു 65,875 വോട്ടുകളാണെന്ന് പിടിച്ചത്. അന്ന് മത്സരം എം സ്വരാജുമായിട്ടായിരുന്നു. 64,883 വോട്ടുകൾ. അവിടെ ബി ജെ പി അന്ന് പിടിച്ച വോട്ട് എന്ന് പറയുന്നത് 23,765 വോട്ടുകളാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കണക്കിലെടുത്ത് 2016 2021 കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് വോട്ട് കുറയുന്നൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് വോട്ട് കൂടുന്നൊരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ അഞ്ജലി നായരുടെ കാര്യം പറയുകയാണെങ്കിൽ പോലും അഞ്ജലി നായർ അത്യാവശ്യം അറിയാവുന്ന ഒരു സെലിബ്രിറ്റിയാണ്. അവിടെ മണ്ഡലത്തിലെല്ലാം ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ വോട്ടുകൾ പിടിച്ചു മാറ്റുകയാണെങ്കിൽ അവിടെ നഷ്ടം വരാൻ പോകുന്നത് കോൺഗ്രസിനാണ്, യു ഡി എഫിനാണ്. അതായത് ദീപക് ജോയിക്കാണ് ആ വോട്ടിൽ ഷെയറിൽ നിന്നും കുറയാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ നമ്മൾ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന് അവിടെ 60,000 മുകളിൽ വോട്ടുകളുണ്ട്, വോട്ട് ബാങ്കുകളുണ്ട്. എല്ലാ വർഷവും ഒരു 60,000 വോട്ടുകളാണ് യു ഡി എഫ് നേടുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ എൽ ഡി എഫിനും ആ ഒരു വോട്ട് ബാങ്കിലേക്ക് മാറാനുള്ള സാഹചര്യങ്ങളുണ്ട്. അവിടെ ബി ജെ പി പിടിക്കുന്ന വോട്ടുകളാണ് പലപ്പോഴും ഒരു വിജയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അതെ, പക്ഷേ ഇവിടെ നമ്മൾ വൈപ്പിനിലേക്ക് ഒന്ന് പോകാം. കഴിഞ്ഞ തവണത്തെ വൈപ്പിൻ മത്സരത്തിലേക്ക് ഒന്ന് പോകുമ്പോൾ അവിടെ ദീപക് ജോയിയും കെ എൻ ഉണ്ണികൃഷ്ണൻ തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ രണ്ടുപേരും അവിടെ അത്ര പരിചിതരല്ല എന്നുള്ളത് ഒരു കാരണമാണ്. എങ്കിലും അവിടെ ഈ പറയുന്ന കെ എൻ ഉണ്ണികൃഷ്ണൻ ജയിക്കുന്നു. പക്ഷേ അതേ മത്സരം തന്നെ വീണ്ടും ഈ പറയുന്ന തൃപ്പൂണിത്തുറയുടെ മണ്ണിലേക്ക് വരുമ്പോൾ അവിടെ തൃപ്പൂണിത്തുറയ്ക്ക് കെ എൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണിയേട്ടനാണ്. അത് ശ്രദ്ധിക്കണം. അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ വേരുകളുള്ള അത് മാത്രമല്ല, അദ്ദേഹം വൈപ്പിനിലെ MLA ആണെങ്കിൽ പോലും എറണാകുളം ജില്ലയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു MLA ആയിട്ടാണ് അദ്ദേഹം മാറിയിട്ടുള്ളത്. 5,000 കോടിയുടെ വികസനം. അതെ, അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ മണ്ഡലം കൃത്യമായിട്ട് അദ്ദേഹം നോക്കിയിട്ടുണ്ട്. അപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് ഒരു പരീക്ഷണത്തിനാണ് അദ്ദേഹത്തിനെ ഈ തൃപ്പൂണിത്തറയ്ക്ക് അയച്ചിട്ടുള്ളത്. അതായത് വൈപ്പിനൊരു സേഫ് മണ്ഡലമായിട്ട് മാറി എൽ ഡി എഫിന്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലെ കൃത്യമായിട്ട് എറണാകുളം ജില്ലയിൽ എല്ലാവർക്കും അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് തൃപ്പൂണിത്തറയിലേക്ക് മാറ്റുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്
തൃപ്പൂണിത്തുറ മണ്ഡലം കൃത്യമായിട്ട് പിടിക്കുക. കാരണം എം സ്വരാജ് വിജയിച്ചൊരു മണ്ഡലമാണ്. സ്വാഭാവികമായും എറണാകുളത്തുള്ള അറിയപ്പെടുന്ന ഒരാൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ സിറ്റിംഗ് എം എൽ എ, അതായത് വൈപ്പിലെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള ഒരാൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ പ്ലസ് പോയിന്റുകൾ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവാൻ പോകുന്നതൊക്കെ ആയിരിക്കും. അദ്ദേഹം വൈപ്പിനിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് അവിടെ, UDF അവിടെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും ആരോപിക്കാൻ കഴിയില്ല. പക്ഷേ അവിടുത്തെ LDF ആരോപിക്കാൻ കഴിയും. കാരണം കെ ബാബു ഉണ്ടായിരുന്ന സമയത്ത് എം സ്വരാജ് ചെയ്തു വെച്ചിട്ട് പോയിട്ടുള്ള പല പരിപാടികളും പകുതിയാക്കി ഒന്നും കൊണ്ടുപോകാൻ കഴിയാതെ UDF പറ്റിയില്ല. രാഹുല, നമ്മളൊരു പോൾ എടുത്തിരുന്നു അവിടെ. നമ്മുടെ പോളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF എതിരായിട്ടുള്ള ഒരു കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. കാരണം എം സ്വരാജ് ഈ പറഞ്ഞ പോലെ തന്നെ എം സ്വരാജ് കൊണ്ടുവന്നിട്ടുള്ള പല വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാവാതെ കിടക്കുകയാണ്. അതുപോലെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല എന്നൊരു ആരോപണം. അല്ല, സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തെ സംബന്ധിച്ച് കെ ബാബു വളരെ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന തന്റെ സ്വന്തം മണ്ഡലം എന്ന് പറയുന്ന മണ്ഡലമാണ്. അതേപോലെ തന്നെ കെ ബാബു എന്ന് പറയുന്ന രാഷ്ട്രീയ അധികായൻ അവിടെ നിന്നും വിരമിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടേക്ക് പുതിയൊരാളെ പ്ലേസ് ചെയ്യാനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുന്നത്. പക്ഷേ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ ചർച്ചയാവും. കെ ബാബു കഴിഞ്ഞ 5 കൊല്ലം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എം സ്വരാജ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ പോലും പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാകും. പക്ഷേ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചോ, അദ്ദേഹം വൈപ്പിൻ MLA ആയിരുന്ന സമയത്ത് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു MLA ആയിട്ട് മാറി. അതായത് വികസന പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന ഒരു MLA ആയിട്ട് മാറി. സർക്കാർ ഫണ്ടുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു MLA ആയിട്ട് മാറുന്നുണ്ട്. 5000 കോടിക്കടുത്ത് അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾ വൈപ്പിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളെ സംബന്ധിച്ച് രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥികളാണ്, നല്ല പ്ലേസ്മെന്റ് ആണ്. ഇപ്പോൾ UDF സംബന്ധിച്ചാണെങ്കിലും LDF സംബന്ധിച്ചാണെങ്കിലും. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ചില പോളുകളിൽ UDF അനുകൂലമായിട്ടാണെങ്കിൽ ചില പോളുകൾ LDF അനുകൂലമായിട്ടാണ്. അത് ഒരു ടൈറ്റ് ഫൈറ്റ് ആണ് പറയുന്നത്. UDF മണ്ഡലങ്ങളുണ്ട് കുറച്ച്. തൃപ്പൂണിത്തുറയ്ക്ക് പോരാത്തതിന് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് ഈ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ഒരു മണ്ണും കൂടിയാണ്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് 2020 വോട്ട് മറിയുമോ എന്നുള്ളൊരു ഇല്ല. അങ്ങനെ ജാതി സമവാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അനുകൂലമായിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. അതെ, അദ്ദേഹം അവിടുത്തെ കരയോഗത്തിന്റെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജാതിപരമായിട്ടാണെങ്കിൽ പോലും ജാതി അല്ലല്ലോ നോക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അധികം ജാതി ഒന്നും ആരും നോക്കാറില്ല. എന്താണെങ്കിലും അവിടെ വികസനമാണ്. അതായത് ഒരു മാസ് പുള്ളറാണോ? ഇപ്പൊ നമുക്കറിയാം UDF LDF ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഈ നേതാക്കന്മാർക്ക് എവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാലും വിജയിക്കാനുള്ള സാധ്യത കൂടും. അവിടെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയ്ക്ക് വന്ന ശേഷം ഒരു ട്രെൻഡ് ഉണ്ടാക്കി. ഇപ്പൊ ഫേസ്ബുക്കിൽ എടുത്തു കഴിഞ്ഞാൽ പോലും ഉണ്ണികൃഷ്ണന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും. അവിടെ UDF സംബന്ധിച്ച് UDF പ്രചരണങ്ങൾ പോലും അധികം ആരും കാണാതെ പോകുന്ന, അറിയപ്പെടാതെ പോകുന്ന ഒരു മണ്ഡലമായിട്ട് വന്നു. അവിടെ ഇപ്പൊ സോഷ്യൽ മീഡിയ ആണെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ ഒരു വിലയിരുത്തലാണെങ്കിലും കൂടുതലും LDF. ഇപ്പോൾ നമ്മൾ തന്നെ അവിടെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പലതവണ പോയതാണ്. അവിടെ കൂടുതലും എന്താണ് പറയുന്നത്? അദ്ദേഹം വൈപ്പിൽ കുറെ വികസനങ്ങൾ ചെയ്തല്ലേ, ഇവിടെ വികസനങ്ങൾ ചെയ്യുമായിരിക്കും. പക്ഷെ അവിടെ UDF അനുകൂലികൾ പോലും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കെ ബാബുവിന് എം സ്വരാജ് കൊണ്ടുവന്ന പല പദ്ധതികളും ഇന്ന് കാട് പിടിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തിന് പല പദ്ധതികളും അതായത് എം സ്വരാജ് ആവിഷ്കരിച്ച പല പദ്ധതികളും പൂർത്തിയാക്കാൻ കഴിയാതെ പോയത് കോൺഗ്രസിന് വലിയൊരു പരാജയമാണ്. കാരണം ഈ 5 കൊല്ലം എന്ത് വികസനം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയത്തക്ക വിധത്തിൽ ഒന്നുമില്ല. എം സ്വരാജ് കൊണ്ടുവന്നുള്ള പല പദ്ധതികളും അവിടെ കാട് പിടിച്ചു കിടപ്പുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സേഫ് സോൺ ആണ് തൃപ്പൂണിത്തുറ. അല്ല, അവിടെ ഇപ്പോ നമ്മൾ എക്സിറ്റ് പോളുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പല മുതിർന്ന മാധ്യമ പ്രവർത്തകരാണെങ്കിൽ പോലും പല ചാനലിൽ നിന്നും എക്സിറ്റ് പോളുകൾ വന്നിട്ടുണ്ട്. അതിനെ സ്വാഭാവികമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ LDF UDF അനുകൂലമായിട്ട് ഒരു ടൈറ്റ് ഫൈറ്റ് ആണ് അവർ പലരും പറയുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ ചില ചാനലുകൾ കണ്ടു, അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ നേടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു എഡ്ജ് കൂടുതൽ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വികസനമല്ല. അദ്ദേഹം വൈപ്പിൻ MLA ആയിരുന്നു. വൈപ്പിനിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾ വിലയിരുത്തുമല്ലോ. സ്വാഭാവികമായി LDF പോലും അത് പ്രചരിപ്പിക്കും. പഴയ കാലമല്ലോ. അതെ. ഇപ്പോൾ പിന്നീട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എം സ്വരാജ് കൊണ്ടുവന്ന പദ്ധതികൾ കെ ബാബുവിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം നശിച്ചു പോയി. അതായത് സർക്കാരിന്റെ ഫണ്ടാണ്. എത്ര കോടി രൂപയാണ് നശിച്ചു കിടക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. ഇതായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. BJP സംബന്ധിച്ച് 2020 സംബന്ധിച്ച്, അതായത് BJPക്ക് അത്യാവശ്യം നല്ല ത്രികോണപ്പോര് എന്ന് പറയുമ്പോഴും 25,000 മുകളിലുണ്ടെങ്കിൽ അത് ത്രികോണപ്പോരായിട്ട് കണക്കാക്കണമെന്നാണ് അതിനൊരു അടിസ്ഥാനം പറയുന്നത്. പക്ഷേ BJPക്ക് 25,000 വോട്ട് അവിടെ ഉണ്ട്.
അപ്പോ ത്രികോണ മത്സരം തന്നെയാണ്. ത്രികോണ മത്സരമാണെങ്കിൽ പോലും അവിടെ ടൈറ്റ് അല്ല. അല്ല, അവിടെ BJP പിടിക്കുന്ന വോട്ടുകൾ കൂടുതലും പോകാൻ പോകുന്നത് അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് UDF അങ്ങനെ വരികയാണെങ്കിൽ, അതായത് BJP നല്ലൊരു വോട്ട് ഷെയർ അവിടെ വാങ്ങിച്ചു കൂട്ടുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ അവിടെ ഒരു 10-10,000 വോട്ടിന് മുകളിൽ വിജയിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്.